നിങ്ങൾ ഒരു റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റർ ആണെങ്കിൽ അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റിലൂടെ ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങളുടെ അസറ്റ് വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ മുഴുവനുമായി കാണുക. കാരണം മാസം 5 ലക്ഷം മുതൽ 6 ലക്ഷം രൂപ വരെ വരുമാനം ലഭിക്കുന്ന 15% മുതൽ 20% വരെ റിട്ടേൺ ലഭ്യമാകുന്ന ഒരു പ്രോപ്പർട്ടിയെക്കുറിച്ചും റിയൽ എസ്റ്റേറ്റിലൂടെ ബില്യണേഴ്സ് ആയിട്ടുള്ള ആളുകൾ ഉപയോഗിച്ചു വരുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജിയെക്കുറിച്ചുമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് എത്തുന്ന ചിന്ത എന്നത് കൊമേഴ്ഷ്യൽ റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നതാണ്. എന്നാൽ കൊച്ചിയിലെ ഇന്നത്തെ മാർക്കറ്റ് അനുസരിച്ച് ഒരു കൊമേഴ്ഷ്യൽ ബിൽഡിംഗിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം വെറും 5% താഴെ മാത്രമാണ് റിട്ടേൺ ലഭിക്കുന്നത്. അതായത് 3.5 കോടി മുടക്കി വാങ്ങുന്ന ഒരു കൊമേഴ്ഷ്യൽ ബിൽഡിംഗിന് ഒരു മാസം ലഭിക്കുന്ന റെന്റൽ ഇൻകം എന്നത് 1.5 ലക്ഷം രൂപയ്ക്ക് താഴെയാണ്. എന്നാൽ ഇതേ പണം മുടക്കി മാസം 5 ലക്ഷം മുതൽ 6 ലക്ഷം രൂപ വരെ സമ്പാദിക്കാവുന്ന ഒരു ബിൽഡിംഗിന്റെ വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ കാലഘട്ടത്തിനനുസരിച്ചും തീർച്ചയായും റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റിലും മാറ്റം വരുത്തേണ്ടതുണ്ട്. ഒരു കൊമേഴ്ഷ്യൽ ബിൽഡിംഗിനേക്കാളും എന്തുകൊണ്ടും റിട്ടേൺ കൂടുതൽ ലഭിക്കുന്നത് ഡെയിലി റെന്റൽ അപ്പാർട്ട്മെന്റുകൾക്കും ഹോസ്റ്റൽ ബിൽഡിംഗുകൾക്കുമാണ്. കൊമേഴ്ഷ്യൽ ബിൽഡിംഗുകൾ 5% താഴെ റിട്ടേൺ നൽകുമ്പോൾ ഹോസ്റ്റൽ ബിൽഡിംഗുകൾ 10% മുകളിലെങ്കിലും റിട്ടേൺ നൽകുന്നുണ്ട്. നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ബിൽഡിംഗ് 9 സെന്റ് സ്ഥലത്ത് 11 അപ്പാർട്ട്മെന്റുകൾ ഉൾപ്പെടുന്ന 7500 സ്ക്വയർ ഫീറ്റ് വരുന്നതാണ്. ഇവിടെ 1 BHK 2 BHK അപ്പാർട്ട്മെന്റുകളാണ് നിലവിലുള്ളത്. ഇൻഫോ പാർക്ക് ക്യാമ്പസിനോട് തൊട്ടു ചേർന്നാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ 100 മുതൽ 125 പേർക്ക് വരെ അക്കോമഡേഷൻ ഒരുക്കാവുന്നതാണ്. എല്ലാ അപ്പാർട്ട്മെന്റിലും അറ്റാച്ച്ഡ് ബാത്റൂമുകളും കിച്ചണും എല്ലാം നൽകിയിരിക്കുന്നു. കാക്കനാട് ഇൻഫോ പാർക്കിനടുത്തുള്ള ഏറ്റവും കുറഞ്ഞ ഹോസ്റ്റൽ ഫീ എന്നത് പെർ ഹെഡിന് 5000 മുതൽ 6000 രൂപ വരെയാണ്. കുറഞ്ഞത് 100 പേരെങ്കിലും ഉൾക്കൊള്ളിക്കുകയാണെങ്കിൽ ഇവിടെ നിന്നും മാസം 5 ലക്ഷം മുതൽ 6 ലക്ഷം രൂപ വരെ വരുമാനം ലഭിക്കുന്നതുമാണ്. നിങ്ങൾ ഈ ബിൽഡിംഗിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഹോസ്റ്റൽ നടത്തിപ്പുകാർ ഏറ്റെടുത്ത് നടത്താനും തയ്യാറാണ്. എന്നാൽ ഇതിലെ ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജി മറ്റൊന്നാണ്. കയ്യിലുള്ള പണം മുഴുവൻ കൊടുത്ത് ഇത്തരം പ്രോപ്പർട്ടികൾ സ്വന്തമാക്കരുത്. പകരം നിങ്ങളുടെ കയ്യിൽ നിന്നും 20% മുടക്കി ബാക്കി 80% ബാങ്ക് ലോൺ ലഭ്യമാകണം. അങ്ങനെ നോക്കുമ്പോൾ 3.5 കോടി വിലയുള്ള ഈ ബിൽഡിംഗിന് 70 ലക്ഷം രൂപ മാത്രമാണ് ഡൗൺ പേയ്മെന്റ് വരുന്നത്. ബാക്കി വരുന്ന 2 കോടി 80 ലക്ഷം രൂപയാണ് ബാങ്കിൽ നിന്നും ലോൺ എടുക്കേണ്ടത്. ഓരോ മാസവും ഏകദേശം 3 ലക്ഷം രൂപയാണ് മന്ത്ലി EMI വരുന്നത്. കുറഞ്ഞത് 5 ലക്ഷം രൂപയെങ്കിലും വരുമാനം ലഭിക്കുകയാണെങ്കിൽ 3 ലക്ഷം രൂപ EMI കഴിഞ്ഞ് നിങ്ങൾക്ക് 2 ലക്ഷം രൂപ പ്രോഫിറ്റ് ലഭിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾ കയ്യിൽ നിന്നും മുടക്കുന്ന പണം വെറും 70 ലക്ഷം രൂപ മുടക്കി കുറഞ്ഞത് 1 മുതൽ 2 ലക്ഷം രൂപ വരെയെങ്കിലും നിങ്ങൾക്ക് പ്രോഫിറ്റ് ലഭിക്കുന്നതുമാണ്. അതായത് 70 ലക്ഷം രൂപ മുടക്കി മാസം 5 മുതൽ 6 ലക്ഷം രൂപ വരെ വരുമാനം ലഭിക്കുന്ന ബിൽഡിംഗ് നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതുമാണ്. ഇത്തരം ഹോസ്റ്റലുകൾ റൺ ചെയ്യുമ്പോൾ വരുന്ന ചെലവ് വളരെ ചെറുതാണ്. കെയർടേക്കർ അല്ലെങ്കിൽ വാർഡന്റെ സാലറിയും മെയിൻ്റനൻസ് ചാർജും ഫുഡ് കോസ്റ്റും മാത്രമാണ് ചിലവായി വരുന്നത്. ഇത് ഒരു കാരണവശാലും 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരില്ല. ഹോസ്റ്റൽ ബിസിനസ്സുകൾ മൊത്തമായി എടുത്തു നടത്തുന്ന ആളുകൾക്ക് നൽകുകയോ കെയർടേക്കറെയോ വാർഡനെയോ വെച്ച് ചെയ്യാവുന്നതുമാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ കയ്യിൽ നിന്നും അധികം പണം ഇറക്കാതെ ബാങ്കിന്റെ പണം ഉപയോഗിച്ച് പ്രോപ്പർട്ടിയിൽ നിന്നും ലഭിക്കുന്ന വരുമാനത്തിൽ നിന്നും ബാങ്കിന്റെ EMIയും അടച്ച് ലോൺ കംപ്ലീറ്റ് ആവുന്നതോടുകൂടി വലിയ മുതൽ മുടക്കില്ലാതെ തന്നെ ഇത്തരം വലിയ പ്രോപ്പർട്ടിയുടെ ഉടമയാകാൻ സാധിക്കുന്നതുമാണ്. ഈ ബിൽഡിംഗിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുകയോ വിളിക്കുകയോ ചെയ്യുക. നമ്പർ 7274 001 001. നമ്പർ ഒരിക്കൽ കൂടി 7274 001 001.